ഹലോ ഗൈസ്, ഇത് ഇന്നലെ ഇട്ട ഷോർട്സ് വീഡിയോയുടെ പാർട്ട് 2 വ്ളോഗാണ്. നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് ഫ്രഷപ്പായിട്ട് നേരെ പോയിട്ട് ട്രിവാൻഡ്രത്തേക്ക് ചെന്നിട്ട് നമ്മൾ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടിട്ട് നമ്മൾ പിന്നെ ഒരു ബേക്കറി കയറി ഒരു ലൈം ജ്യൂസും പപ്സും മേടിച്ച് കുടിച്ചു. അവിടുന്ന് പിന്നെ നേരെ ചെന്നത് വിനായകൻ്റെ അടുത്തേക്കാണ്. വിനായകൻ നമ്മളുടെ 3 പേര് വേറൊരു ഫ്രണ്ടാണ്. അങ്ങനെ അവനെയും കൂട്ടിയാണ് നമ്മളെ ഇന്നത്തെ യാത്ര. അവിടുന്ന് നമ്മൾ നേരെ പോയത് MGയിലുള്ള റോയൽ എൻഫീൽഡിലേക്കാണ്. ഒരു ഇന്റർസെപ്റ്റർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വണ്ടി അവൈലബിൾ അല്ലായിരുന്നു അവിടെ. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ട്രൈമ്പിൻ്റെ ഷോറൂമിലേക്ക് പോയി. അവിടുന്ന് ട്രൈമ്പിൻ്റെ തന്നെ സ്പീഡ് 400 എന്ന് പറഞ്ഞൊരു ബൈക്ക് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് നോക്കി. കിടിലം പെർഫോമൻസ് കേട്ടോ വണ്ടിക്ക്. റോട്ടിൽ കൊടുക്കുമ്പോൾ ബാക്കിലോട്ട് വലിച്ചു പിടിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ആ ബൈക്കിന് തോന്നിയത്. അവിടുന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് നേരെ പോയത് ട്രിവാൻഡ്രത്തിന്റെ സ്വന്തം മദേവ് പ്ലാസയിലേക്കാണ്. ട്രിവാൻഡ്രത്ത് വന്നിട്ട് സദ്യ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ തന്നെ വരണം. ഒരാൾക്ക് 250 റുപ്പീസാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. എല്ലാം അൺലിമിറ്റഡ് ആട്ടോ. കറി ആയിക്കോട്ടെ, ഈവൻ പപ്പടം ആയിക്കോട്ടെ, എല്ലാം അൺലിമിറ്റഡ് ആണ് ഇവിടെ. അങ്ങനെ എല്ലാം വിളമ്പിന് ശേഷം ചോറ് വന്നു, പരിപ്പ് വന്നു. പിന്നീട് എനിക്ക് കഴിക്കാനുള്ള ഒരു ധൃതിയായിരുന്നു. വീഡിയോ ഓഫ് ചെയ്ത് ഫുൾ കോൺസെൻട്രേഷൻ പിന്നെ അതിലേക്കായിരുന്നു. വീണ്ടും നമ്മൾ കഴിച്ചു തുടങ്ങി. രണ്ടാമതും ചോറിട്ടു. വീണ്ടും കറികൾ വന്നു. ശേഷം പായസം വന്നു. മൊത്തം 4 കൂട്ടം പായസം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം മൂന്നാമത് വീണ്ടും പുളിശ്ശേരിക്കൊപ്പം കഴിക്കാനായിട്ട് ശകലം കൂടെ ചോറ് മേടിച്ചു. നമ്മളുടെ സദ്യ ഇവിടെ കഴിച്ച് തീർത്തിരിക്കുകയാണ്. അടിയാ, ട്രിവാൻഡ്രത്തെ സദ്യ എങ്ങനെയുണ്ട്? നമ്മൾ മദർ പ്ലാസിൽ നിന്ന് സദ്യ എല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പെർഫോമൻസ് കണ്ടിട്ട് പുള്ളി എന്റെ ഓണം എനിക്കൊരു കിറ്റ്കാറ്റൊക്കെ തന്നു. അവിടുന്ന് നമ്മൾ നേരെ പോയത് കോവളം ലൈറ്റ് ഹൗസിലേക്കായിരുന്നു. അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുവരെ നമ്മൾ പുറത്തു നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് നിന്നു. അതിനുശേഷം നമ്മൾ ലൈറ്റ് ഹൗസിന്റെ അകത്തേക്ക് പോയി. പക്ഷേ നമുക്ക് പണി കിട്ടി ഗൈസ്. ലിഫ്റ്റ് കൂടി ലെഫ്റ്റ് കുടിക്കുക. ഫൈനലി അവിടുത്തെ അണ്ണം വന്ന് നമ്മൾ എന്തൊക്കെയോ ചെയ്ത് അതിൽ നിന്ന് ഇറക്കി വിട്ടു. അവസാനം നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് മേലേക്ക് കയറിയത്. ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കയറുന്ന വഴിക്ക്. അങ്ങനെ ലൈറ്റ് ഹൗസിൽ 1.25 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്ന ക്ലിവിൻടൺസ് ബീച്ചിലേക്കാണ്. പോകുന്ന വഴി തന്നെ നമ്മൾ വിരിങ്ങം ഫ്രീ പോർട്ടിന്റെ ഒരു വ്യൂ പോയിന്റ് കണ്ടു. അങ്ങനെ അവിടെ വണ്ടി നിർത്തി. അപ്പൊ ഇതാണ് വിരിങ്ങം ഫ്രീ പോർട്ട്. അങ്ങനെ വണ്ടി റോഡിൽ പാർക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് ഇറങ്ങി പോവാണ് ക്ലിവിൻടൺസ് ബീച്ചിലേക്ക്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ബീച്ചിൽ വരുന്നത്. സത്യം പറയാലോ ഒരു അടിപൊളി ബീച്ചായിരുന്നു കേട്ടോ. കപ്പിൾസ് ആയിട്ടോ ഫാമിലി ആയിട്ടോ നിങ്ങൾക്ക് കുറച്ച് നേരം ബീച്ചിലൊക്കെ വന്നൊന്ന് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ക്ലിവിൻടൺസിലേക്ക് വരും. അടിപൊളി ബീച്ചാണ്. ശാന്തി സമാധാനം നോക്കി വരുന്നവർക്ക് ഈ ബീച്ചിൽ തിരഞ്ഞെടുക്കാം. ഇവിടെ നിന്നാലും വിരിങ്ങം ഫ്രീ പോർട്ട് നമുക്ക് കാണാം കേട്ടോ. നൈസ് വ്യൂ ആയിരുന്നു, പ്രത്യേകിച്ച് രാത്രിയും കൂടെ ആയപ്പോൾ. അങ്ങനെ നമ്മൾ കുറേ നേരം ആ ബീച്ചിൽ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ട് നിന്നു. നല്ല അടിപൊളി ഒരു ബീച്ചായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ വൈകുന്നേരം ഒരു 6:30 അടുപ്പിച്ചായിരുന്നു. അപ്പം നമ്മൾ കരുതി സൺസെറ്റും കൂടെ കണ്ടിട്ട് പോകാമെന്ന്. നൈസ് ഒരു സൺസെറ്റും കൂടെ അവിടെ നിന്ന് കണ്ടിട്ട് വിരിങ്ങം ഫ്രീ പോർട്ടിന്റെ നൈറ്റ് വ്യൂ കൂടെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് വിരിങ്ങം ചിക്കൻ ഫ്രൈയും പൊറോട്ടയും കഴിക്കാനാണ്. നമ്മൾ 4 പേരും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പറഞ്ഞു. അങ്ങനെ ചേട്ടൻ നമുക്ക് 4 പേർക്ക് ഫുഡ് കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ കഴിച്ചു തുടങ്ങി. ചിക്കൻ ഫ്രൈ അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. നമ്മൾ യൂട്യൂബിൽ നിന്നും പിന്നെ റീൽസിലൊക്കെ കണ്ട് വിരിങ്ങത്ത് അഫ്സൽ റെസ്റ്റോറന്റിൽ വന്നതാണ്. പക്ഷേ ആവറേജാണ് നമുക്ക് പറയാനുള്ളൂ. നമ്മൾ ഏത് കടയിൽ റീൽസ് കൊണ്ട് പോയാലും അവിടെ നമുക്ക് ആവറേജ് ആയിട്ട് തോന്നുന്നു. എല്ലാവരും ചുമ്മാ ഈ ഹൈക്ക് മാത്രമേ ഉള്ളൂ. ഫുഡ് കൊള്ളാം, ആവറേജ് കൊള്ളത്തിൽ ഞാൻ പറയുന്നില്ല. അത്ര തന്നെ. സോ ഗൈസ്, ഇനി ഓഫ് ടു നേരെ ലുലുമാണ്. അങ്ങനെ ലുലുവിൽ വന്നു ഗൈസ്. അവർ ട്രാണം ലുലുവിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അവർക്ക് ഡ്രസ് എടുക്കണം വരുന്നത്. പിന്നെ ഇരിക്കുന്ന ലുലു കണക്റ്റിലും കയറണമായിരുന്നു. അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് തിരിച്ച് പാർക്കിങ്ങിലോട്ട് നടക്കുവാണ്. അങ്ങനെ ലുലുവിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ്. ഇനി എല്ലാ പരിപാടിയും തീർന്ന് വീട്ടിലേക്ക് പോകാണ്. ഇനി ഇവിടുന്ന് ഒരു 40-42 കിലോമീറ്റർ ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.